ചലച്ചിത്ര അഭിനേത്രിയും ടെലിവിഷൻ അവതാരകയുമായ തെത്സുക്കോ കുറോയാനാഗിയുടെ ജീവചരിത്രം. മോറിറ്റ്സുന കുറോയാനാഗിയുടെയും ചോ കുറോയാനാഗിയുടെയും മകളായി ടോക്കിയോയിൽ 1933 ഓഗസ്റ്റ് 9 തെത്സുക്കോ കുറോയാനാഗി ജനിച്ചു. ഒരു ഓപ്പറ ഗായികയാവാൻ ആഗ്രഹിച്ചതിനാൽ കുറോയാനാഗി ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്കൽ ഓപ്പറയിൽ പഠിച്ചു. ബിരുദാനന്തരം ടോക്കിയോ ഹോസോ ഗെക്കിഡാനിൽ ചേർന്നതോടെ അവർ അഭിനയത്തിലേക്കും ടെലിവിഷൻ വിനോദ വ്യവസായത്തിലേക്കും ആകർഷിക്കപ്പെട്ടു. തുടർന്ന് ജപ്പാൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ കരാർ ലഭിച്ച ആദ്യത്തെ ജപ്പാനീസ് നടിയായി അവർ മാറി. 1953 ആദ്യത്തെ ടെലിവിഷൻ നടിയായി NHK ബ്രോഡ്കാസ്റ്റിംഗ് തിയേറ്റർ കമ്പനിയിൽ ചേർന്നു. 1954 യാംബോ നീംബോ ടോംബോ എന്ന റേഡിയോ നാടകത്തിലെ പ്രധാന നടിയായി അവർ അരങ്ങേറ്റം കുറിച്ചു. 1976 TV അഹാസിയുടെ ടെറ്റ്സുക്കോസ് റൂം സംപ്രേഷണം ആരംഭിച്ചു. ഒരേ അവതാരകയുടെ ഏറ്റവും കൂടുതൽ പ്രക്ഷേപണങ്ങൾ നടന്നതിന് 2011 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഈ പ്രോഗ്രാം അംഗീകരിച്ചു. എല്ലാ ആഴ്ചയും പ്രവൃത്തി ദിവസങ്ങളിൽ ഇത് സംപ്രേഷണം ചെയ്തു വരുന്നു. 2023 വരെ ഇതിൻ്റെ 48ാം വർഷത്തിൽ ഇത് 11,000 എപ്പിസോഡുകൾ കഴിഞ്ഞിരുന്നു. 1984 മുതൽ 1996 വരെ യൂണിസെഫ് ഗുഡ്വിൽ അംബാസഡറായി പ്രവർത്തിച്ചു. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ജപ്പാനീസ് ശാഖയുടെ ഡയറക്ടറാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും നിരവധി വികസ്വര രാജ്യങ്ങൾ സന്ദർശിച്ച് ദുരിതങ്ങളിലും യുദ്ധങ്ങളിലും ദുരിതമനുഭവിച്ച കുട്ടികളെ സഹായിക്കുകയും ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര അവബോധം വളർത്തുകയും ചെയ്തു. ഇവർ തന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ശേഖരണ പ്രവർത്തനങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെട്ടിരുന്നു. ഇവർ സ്ഥാപിച്ച ടോട്ടോ ഫൗണ്ടേഷൻ അവരുടെ പുസ്തകമായ ടോട്ടോ-ചാൻ ദി ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോയിലെ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. 1981 കുട്ടികളുടെ പുസ്തകമായ ടോട്ടോ-ചാൻ ദി ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ പ്രസിദ്ധീകരിച്ചു. അവരുടെ കരിയറിലെ ഒരു വഴിത്തിരിവായി ഇത് മാറി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ടോമോ ഗകുൻ പ്രാഥമിക വിദ്യാലയത്തിൽ നിന്ന് ലഭിച്ച പാരമ്പര്യേതര വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചും അധ്യാപകനായ സൊസാക്കു കോബയാഷിയെക്കുറിച്ചും ഇതിൽ എഴുതി. ഈ പുസ്തകം അവരുടെ ബാല്യകാല ഓർമ്മക്കുറിപ്പായി കണക്കാക്കപ്പെടുന്നു. ഇത് പുറത്തിറങ്ങിയപ്പോൾ ജപ്പാനീസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി ഇത് മാറി. 1984 ഡൊറോത്തി ബ്രിട്ടൺ ഈ പുസ്തകം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് 30-ലധികം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. മാധ്യമങ്ങളിലും ടെലിവിഷൻ വിനോദത്തിലും ഇവർ നൽകിയ ഇടപെടലിന് ജപ്പാനിലെ ഏറ്റവും ഉയർന്ന ടെലിവിഷൻ ബഹുമതിയായ ജപ്പാനീസ് കൾച്ചറൽ ബ്രോഡ്കാസ്റ്റിംഗ് അവാർഡ് ഇവർ നേടി. അതിനുശേഷം ടെറ്റ്സുക്കോസ് റൂം എന്ന ഷോയ്ക്ക് 14 തവണ ജപ്പാന്റെ പ്രിയപ്പെട്ട ടെലിവിഷൻ വ്യക്തിത്വമായി അവർ വോട്ട് ചെയ്യപ്പെട്ടു. 2000 1990 കുട്ടികൾക്കായുള്ള ലോക ഉച്ചകോടിയുടെ 10ാം വാർഷികത്തിൽ യൂണിസെഫ് സ്ഥാപിച്ച ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡിന് ഇവർ ആദ്യമായി അർഹയായി. 2003 മെയ് മാസത്തിൽ ലോകത്തിലെ കുട്ടികൾക്കായി വേണ്ടിയുള്ള ഇവരുടെ 2 പതിറ്റാണ്ടുകളുടെ സേവനത്തിനുള്ള അംഗീകാരമായി ഓർഡർ ഓഫ് ദി സീക്രട്ട് ട്രഷർ ലഭിച്ചു.